എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ടിബി മാത്യു. ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നതിനെ പറ്റി പറയുന്നതിന് മുൻപായി എനിക്കൊരു പാസ്റ്റ് ഉണ്ട്. ആ പാസ്റ്റിനെ പറ്റി നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ നടന്ന അനുഗ്രഹങ്ങൾക്ക് എത്രത്തോളം തീവ്രതയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. എൻ്റെ പിതാവിനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് 11 വർഷമായി. എനിക്ക് 13 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ പിതാവിനെ എനിക്ക് നഷ്ടപ്പെടുന്നത്. പിതാവിനെ മാത്രമല്ല, ഞങ്ങൾക്ക് എൻ്റെ പപ്പയെ നഷ്ടപ്പെട്ടതോടുകൂടി ഞങ്ങൾക്ക് എല്ലാം നഷ്ടമായിരുന്നു. സ്വന്തമായി വീടില്ല, സ്ഥലമില്ല, സ്വന്തമായി വരുമാനമില്ല, എൻ്റെ മമ്മിക്ക് ജോലിയില്ല, ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നാണ് മാതാവിനെ കൂടുതൽ അറിഞ്ഞത്. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾക്കറിയാം, എല്ലാവരും പറയുന്ന ഒരു ഓപ്ഷൻ പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി മക്കളിലൂടെ വേണം ഈ കുടുംബം രക്ഷപ്പെടാനെന്ന് എൻ്റെ അമ്മയോട് എല്ലാവരും പറയുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, ദൈവമേ എന്നിലൂടെ എങ്ങനെ, ഞാനാണ് മൂത്തത്, എനിക്കൊരു അനിയനുണ്ട്, അവൻ +2 പഠിക്കുന്നു. ദൈവമേ എന്നിലൂടെ എങ്ങനെയാണ് ഈ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നതെന്ന് എപ്പോഴും ഞാൻ ആലോചിക്കുമായിരുന്നു. പക്ഷേ എപ്പോഴും മനസ്സിലൊരു ആഗ്രഹം നമുക്കുണ്ടായിരിക്കുമല്ലോ, നമുക്ക് വേണ്ടി ഇത്രയും സഹിച്ച നമ്മുടെ മാതാവിനെ രക്ഷപ്പെടുത്തണമെന്ന്. അങ്ങനെ എൻ്റെ മമ്മിക്ക് വേണമെങ്കിൽ വേറൊരു വിവാഹം കഴിക്കാമായിരുന്നു, പക്ഷെ അതൊന്നും കഴിച്ചില്ല. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ് ഞങ്ങളുടെ മമ്മി എന്ന് പറയുന്നത്. എക്സാമിൻ്റെ ദിവസങ്ങളിലാണെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങളാണെങ്കിലും രാവിലെ ഒന്നും കഴിക്കാതെ മെഴുകുതിരി കത്തിച്ച് മാതാവിൻ്റെ മുൻപിലിരുന്ന് കൊന്ത് ചൊല്ലി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ എക്സാം തീരുന്നവരെ ആ മെഴുകുതിരി കത്തിച്ച് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും കണ്ണുനീരോടുകൂടി. ഞങ്ങളുടെ അമ്മയുടെ കണ്ണുനീര് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വരദാനം തന്നെയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഞങ്ങൾക്ക് നല്ല വസ്ത്രങ്ങളിടാനും നല്ല ആഹാരം കഴിക്കാനും ദൈവം ഞങ്ങളുടെ ബന്ധുക്കളിലൂടെ പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മച്ചിയുടെ അനിയത്തി മാതാവിൻ്റെ ശക്തിയെപ്പറ്റി എൻ്റെ അമ്മയോട് പറയുകയും, മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ വരും എന്നുള്ളത് എൻ്റെ മമ്മിക്ക് മാതാവിനെ നൽകി. അങ്ങനെ മമ്മി മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, കുർബാന കൊള്ളുമെങ്കിലും മാതാവിൻ്റെ ഒരു ശക്തി എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഞാൻ 10 പാസ്സായി, +2 പാസ്സായി. ഈ കഴിഞ്ഞ 11 വർഷം ഞങ്ങൾ പട്ടിണി ഇല്ലാതെ മുന്നോട്ട് വന്നു. അങ്ങനെ ഇനി +2 കഴിഞ്ഞിട്ട് എന്ത് പഠിക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ജീവിതത്തിൽ ഇത്ര പ്രതിസന്ധികളുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു കോഴ്സ് തന്നെ പഠിക്കുക എന്ന് എൻ്റെ ബന്ധുക്കൾ എന്നോട് പറയുകയും ഞാൻ നഴ്സിംഗ് തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേരളത്തിലെ ഒരു നല്ല കോളേജിൽ തന്നെ പഠിക്കണം എന്നുള്ളത്. 10നും +2നും എനിക്ക് അത്ര മികച്ച റിസൾട്ട് കൊടുക്കുവാൻ എൻ്റെ മമ്മിക്ക് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഡിഗ്രിക്ക് അത് വേണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ നഴ്സിങ്ങിന് ട്രിവാൻഡ്രത്തുള്ള അനന്തപുരി കോളേജ് ഓഫ് നഴ്സിംഗിൽ ചേർന്നു. എനിക്കവിടെ അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ ഫസ്റ്റ് ദിവസം അവർ വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ ഇവിടെ 1,10,000 രൂപ കൊണ്ട് വരണം, എങ്കിൽ മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ ഒരു വരുമാനം പോലും ഇല്ലാത്ത ഞങ്ങൾ എങ്ങനെ ഈ 1,00,000 രൂപ കൊണ്ട് പോവും? എൻ്റെ പൊന്നു മാതാവെ എന്ന് വിളിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒരുപാട് പേരെ വിളിച്ചു. ഞാൻ എങ്ങനെയും പഠിച്ചിട്ട് തിരിച്ചു തരാമെന്ന് കെഞ്ചേണ്ട അവസ്ഥ വരെ വന്നു. പക്ഷേ ഒരുപാട് പേര് ഞങ്ങളെ തള്ളിക്കളഞ്ഞു, സഹായിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പറ്റുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഞങ്ങളുടെ ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ട്. പക്ഷേ മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയട്ടെ, ഞങ്ങളെ അതുവരെ വിളിച്ച് സുഖമാണോ എന്നൊന്നും അന്വേഷിക്കാതെ പെട്ടെന്ന്, ഞങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ ഞങ്ങളെ എന്നും വിളിക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു അവർ. പെട്ടെന്ന് അവർ വിളിക്കുകയും എൻ്റെ മമ്മിയോട് പറയുകയും ചെയ്തു, ധൈര്യമായിട്ടിരുന്നോ, കോളേജിലോട്ട് ഞങ്ങൾ 1,10,000 രൂപയും കൊണ്ട് ഞങ്ങൾ നാളെ തന്നെ എത്തിക്കോളാം, മോളെയും കൊണ്ട് വന്നോ എന്ന്. അങ്ങനെ ഞങ്ങളവിടെ പോയി അഡ്മിഷൻ എടുത്തു. അപ്പോൾ ഈ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് അവരോടൊരു കരുതലുണ്ടാകുമല്ലോ, അവർ നമുക്ക് വേണ്ടി ചിലവാക്കുവാണ്, നമ്മൾ എങ്ങനെയെങ്കിലും പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം, ദൈവമേ അതിനെ അനുഗ്രഹിക്കണമേ എന്നുള്ളൊരു തോന്നലാണ് മനസ്സിൽ എപ്പോഴും, ആ ഒരു പേടിയാണ്. അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങി. കോളേജിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു, കൂട്ടുകാരുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, പഠിക്കുന്നതായിക്കോട്ടെ. പക്ഷെ അതിനെല്ലാം തരണം ചെയ്യാൻ എന്നെ സഹായിച്ചത് ജപമാലയായിരുന്നു. കൊന്ത് ചൊല്ലാനൊന്നും വ്യക്തമായി അറിയില്ലെങ്കിലും ഞാനൊരു ഓർത്തഡോക്സ് സമുദായത്തിൽപ്പെട്ടതാണ്. കൊന്ത് ചൊല്ലാനൊന്നും വ്യക്തമായി
എടുത്തു. മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ റിസൾട്ട് വന്നിട്ട് എനിക്ക് നോക്കാനായിട്ട് ഭയങ്കര പേടി. മാതാവ് എന്തായിരിക്കും ഈ റിസൾട്ട്? എനിക്കറിയാം അനാട്ടമിക്ക് ഞാൻ ഫെയിലായി, ബാക്കിയുള്ള സബ്ജക്ട്സും എനിക്ക് പാടായിരുന്നെന്ന്. അങ്ങനെ നല്ലതായിട്ട് കൊന്ത ചൊല്ലി റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് എല്ലാ സബ്ജക്ട്സിനും ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ക്ലാസ് ടോപ്പായിട്ട് ഞാൻ ഫസ്റ്റ് ഇയർ പാസ്സായി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും എനിക്ക് ഇതുപോലെ പാസ്സാവാൻ സാധിക്കണേ മാതാവ്, ഞാൻ പാസ്സാവണേന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ മാതാവ് ഈ 4 വർഷവും എന്നെ ഡിസ്റ്റിങ്ഷനോടെ പാസ്സാക്കി. കോളേജിലെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റ് ആയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഒരുപാട് പ്രതിസന്ധികളിലൂടെ വന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി എൻ്റെ കോളേജ് ലൈഫിൽ നിന്ന് ഇറങ്ങി. പക്ഷെ അവിടെ തീർന്നില്ല. അടുത്തതായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്നെ ഈ 4 വർഷം പാസ്സാക്കിയതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും കൃപാസന മാതാവിനെ കാണാൻ വരുമെന്ന്. പക്ഷെ ഞാനങ്ങനെ ചെയ്തില്ല. മാതാവിനെ ഞാൻ പറ്റിച്ചു. എനിക്ക് OET കൂടെ പാസ്സായി കഴിഞ്ഞാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ മാതാവ് എന്നോട് പറഞ്ഞു, നീ ഇവിടെ വന്ന് എന്നെ കണ്ടാൽ മാത്രമേ നിനക്ക് ഞാൻ OET തരത്തുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്ന പോലെ തോന്നി. അങ്ങനെയാണ് ഞാൻ 2023 സെപ്റ്റംബർ മാസം 14-ാം തീയതി ഇവിടെ വരുന്നതും മാതാവിനെ അൾത്താരയിൽ ആദ്യമായി കാണുന്നതും. അപ്പോൾ ഒരു ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ വന്നത്. മാതാവിനെ കാണണം, പ്രാർത്ഥിക്കണമെന്നുള്ളതേ ഉള്ളായിരുന്നു. പക്ഷെ മാതാവ് എന്നെ ഉടമ്പടി എടുത്തിട്ടാണ് ഇവിടുന്ന് വിട്ടത്. എത്ര സമയം ഇല്ലെങ്കിലും ഇന്ന് ഉടമ്പടി എടുത്തിട്ട് പോകാം എന്ന് ഞാൻ മമ്മിയോട് പറയുകയും ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ബസ് തിരിച്ച് 1:40 പോകും. അതിന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല, ഉടമ്പടി എടുത്തിട്ടേ ഞാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇവിടെ മൈക്കിൽ കൂടെ പറയുന്ന ഞാൻ കേട്ടു, ഒക്ടോബർ 28-ാം തീയതി അഖണ്ഡ ജപമാല റാലിയാണെന്ന്. അങ്ങനെ അപ്പോൾ ഈ ഒക്ടോബർ 28 എന്ന് പറയുന്ന ദിവസം എൻ്റെ മനസ്സിൽ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ OETക്ക് ഒക്ടോബർ 28-ാം തീയതി ഡേറ്റ് ഉണ്ട്. അന്നൊരു സാറ്റർഡേ ആണ്. അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല, ആ ഡേറ്റ് തന്നെ ഞാൻ ഫിക്സ് ചെയ്തു. ആ ഡേറ്റിൽ ഞാൻ OET എഴുതി. പക്ഷേ എനിക്കറിയാം എൻ്റെ ഒരു മെറിറ്റും ആ എക്സാമിലില്ല. പക്ഷെ മാതാവ് എനിക്ക് ഫുൾ ബിയോടുകൂടി OET പാസ്സാവാൻ എന്നെ സാധിച്ചു. അങ്ങനെ OET പാസ്സായിട്ടും പ്രതിസന്ധികൾ തീർന്നില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകാനുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണം, അവിടേക്ക് എത്തണം, ഇൻ്റർവ്യൂ കിട്ടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ OET ഫുൾ ബിയോടെ പാസ്സായതിനു ശേഷം ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ഉഴപ്പി. പിന്നെ എനിക്ക് ഉടമ്പടി പുതുക്കാനും ഒന്നും സാധിച്ചില്ല. പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലുമെന്നല്ലാതെ ഉടമ്പടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടായിരുന്നു, എന്നെ കൈവിടാതെ തുണയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി. ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. എന്നെക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു എൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്തത്. പക്ഷേ മാതാവ് എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാക്കി. ഇൻ്റർവ്യൂ പാസ്സായതിനു ശേഷം ഏകദേശം 122 പേരോളം ആ ഇൻ്റർവ്യൂ അന്ന് പാസ്സായി. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എത്ര പേര് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കാണുമെന്ന്. ഇൻ്റർവ്യൂ അതിന് ശേഷം പാസ്സായതിനു ശേഷം ഒരു അപ്ഡേഷനും ഇല്ല. ഓഫർ ലെറ്റർ കിട്ടിയിട്ടില്ല, അതിനെ തുടർന്നുള്ള COS കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. ജൂണിൽ ഞാൻ പാസ്സായതാണ് ഇൻ്റർവ്യൂ. 122 പേരാണ് ഇൻ്റർവ്യൂ പാസ്സായത്. പക്ഷേ ഞാൻ അതിലേക്ക് വരാം. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, അപ്ഡേഷൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, ഒരു കാര്യം ഉടമ്പടി പുതുക്കിയാൽ മാത്രമല്ലേ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വരുത്തുള്ളൂ എന്നല്ലേ അച്ഛൻ പറയുന്നത്, നീ അച്ഛൻ്റെ പാത പിന്തുടരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ ഒക്ടോബർ 9, 2024 എൻ്റെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു. ഉടമ്പടി പുതുക്കിയ ദിവസം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ ലഭിച്ചു. എനിക്കറിയാം ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത 122 പേരിൽ വെറും 8 പേർക്ക് മാത്രമേ ഇതുവരെ അവരുടെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ഓഫർ ലെറ്റർ കിട്ടാത്തവരുണ്ട്, അപ്ഡേഷൻസ് കിട്ടാത്തവരുണ്ട്, ഒരു ഹോപ്പും തന്നെ ഇല്ലാത്തവരുണ്ട്. അത്രയും എക്സ്പീരിയൻസ് ഉള്ളവരുടെ കൂട്ടത്തിൽ വെറും 6 months എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് മാതാവ് ഓഫർ ലെറ്റർ തന്നു. ഓഫർ ലെറ്റർ തന്നതിന് ശേഷം പിന്നെയും ദിവസങ്ങളിങ്ങനെ കടന്നുപോയി, അപ്ഡേഷൻസ് ഒന്നുമില്ല. മാതാവിനെ മുറുക്കെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ചിലപ്പോഴൊക്കെ തോന്നും, എന്തിനാ മാതാവ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന്. ചിലപ്പോൾ തോന്നും, മാതാവിനെ പരീക്ഷിക്കുന്നത് ജീവിതത്തിൽ നല്ലൊരു അടയാളം തരാൻ തന്നെയാകുമെന്ന് തോന്നി മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അപ്പോഴിരിക്കുമ്പോഴാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം വന്നെത്തിയത്, ഡിസംബർ 7-ാം തീയതി. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഡിസംബർ 7-ാം തീയതി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാം,
മാതാവ് എന്തെങ്കിലും ഒരു അനുഗ്രഹം തരാതിരിക്കത്തില്ല എന്ന്. അങ്ങനെ 1 മുതൽ 7 വരെ ഒരുക്ക ധ്യാനം യൂട്യൂബിൽ ഞാൻ കൂടാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ OET പാസ്സായതും ഇൻ്റർവ്യൂ കിട്ടിയതും അതൊക്കെ മറന്നിട്ട് മാതാവേ, എനിക്ക് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ ആൾത്താരയിൽ ഒന്ന് നിന്നാൽ മാത്രം മതി എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഡിസംബർ 7-ാം തീയതി തന്നെ എനിക്ക് അപ്ഡേഷൻ ലഭിച്ചു. അവിടെ നിന്നും 2 ഫോംസ് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, ഇത് ഫില്ല് ചെയ്ത് അയക്കണമേ എന്ന്. പക്ഷേ നമുക്ക് UK പോകണമെങ്കിൽ COS എന്ന് പറയുന്ന ഒരു കാര്യം വേണം. ആ ഫോം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു. സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് 8-ാം തീയതിയും 9-ാം തീയതിയും ഒന്നും നടന്നില്ല. ഡിസംബർ 10-ാം തീയതി തന്നെ എനിക്ക് COS ലഭിച്ചു. COS ലഭിച്ചതിന് ശേഷം ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസ കിട്ടാനായിട്ട് ഏകദേശം 14 ദിവസം, 10 മുതൽ 14 ദിവസത്തോളം വേണം. നമ്മൾ സ്റ്റാൻഡേർഡ് വിസയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ. പക്ഷേ എനിക്കറിയില്ല, മാതാവ് എനിക്കത് 4-ാമത്തെ ദിവസം എൻ്റെ വിസ എനിക്ക് തന്നു. 14 ദിവസം കാത്തിരിക്കേണ്ട ഞാൻ 4-ാമത്തെ ദിവസം എനിക്ക് കോള് വരുന്നു, വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. എൻ്റെ പാസ്പോർട്ട് തുറന്നു നോക്കിയപ്പോൾ സ്കിൽ വർക്ക്ഡ് വിസ എനിക്ക് കിട്ടിയിരിക്കുന്നു. ഒരിക്കലും ഇത് എൻ്റെ കഴിവ് കൊണ്ടോ മറ്റാരുടെ കഴിവ് കൊണ്ടോ അല്ല, മാതാവ് എനിക്ക് വേണ്ടി അപേക്ഷിച്ചത് ദൈവം കേട്ടതുകൊണ്ട് മാത്രമാണ് ഇത്ര പെട്ടെന്ന് എനിക്ക് വിസ കിട്ടിയത്. എൻ്റെ കൂടെ പഠിച്ചിറങ്ങിയ ഒരുപാട് പേർ OET പാസ്സായിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് പേര് ഇൻ്റർവ്യൂ കഴിഞ്ഞ് COSന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. എനിക്ക് ഒരുപാട് പേരെ അറിയാം. ഈ കഴിഞ്ഞ 2023-24 വർഷമെന്ന് പറയുന്നത് നഴ്സുമാരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു വർഷമായിരുന്നു. കാരണം അതിന് മുൻപേ ഒരു വർഷം ഏകദേശം 50,000 നഴ്സസോളം പല വിദേശ രാജ്യങ്ങളിലും പൊയ്ക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു 2022-23. എന്നാൽ 23-24 വളരെ ചുരുക്കം 100-200 പേര് മാത്രമേ ഇവിടെ നിന്നും വിദേശത്തേക്ക് പോകുവാൻ അവർക്ക് ഇൻ്റർവ്യൂ ലഭിച്ചിട്ടുള്ളൂ. 100% ഉറപ്പാണ്. അങ്ങനെ ഇരിക്കുന്ന ആ സാഹചര്യത്തിൽ, ഒരു ഇൻ്റർവ്യൂ പോലും കിട്ടാതിരിക്കുന്ന ആ സാഹചര്യത്തിൽ എവിടെ നിന്നറിയില്ല എനിക്ക് മാതാവ് ഇൻ്റർവ്യൂവും തന്നു, ഓഫർ ലെറ്ററും ലഭിച്ചു. 2024 തന്നെ COS തന്നു. ജാനുവരി 15, അതായത് അടുത്ത ബുധനാഴ്ച ഞാൻ UK പോവുകയാണ്. മാതാവിൻ്റെ ഇത്രയും വലിയൊരു അനുഗ്രഹത്തെ ഓർത്ത് ഞാനിപ്പോൾ മാതാവിന് തിരുകുമാരന് നന്ദി പറയുകയാണ്. ഇതാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ അനുഗ്രഹം. എന്നിലൂടെയാണ് ഇനി എൻ്റെ കുടുംബം എന്തെങ്കിലുമൊക്കെ ആയിത്തീരുവാൻ പോകുന്നത്. അതിന് മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് 100% ഉറപ്പാണ്. രണ്ടാമതായി എൻ്റെ ജീവിതത്തിൽ നടന്നത്, എനിക്ക് പീരീഡ്സ് റെഗുലർ ആയിരുന്നു. ഒരു ഇറഗുലാരിറ്റീസും ഇല്ലായിരുന്നു എനിക്ക്. പെട്ടെന്നൊരു മാസം പീരീഡ്സ് ഇറഗുലറായി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരു സിസ്റ്റ് ഉണ്ട്. ടാബ്ലറ്റ്സ് കഴിക്കണം. ഇനി തുടർന്നും ടാബ്ലറ്റ്സ് കഴിക്കേണ്ടി വരും, എങ്കിൽ മാത്രമേ പീരീഡ്സ് റെഗുലറായി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ എനിക്കിങ്ങനെ ടാബ്ലറ്റ് കഴിക്കാനൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഒരേ ഒരു കാര്യമേ ചെയ്തുള്ളൂ. എന്നും പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കും. ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് പീരീഡ്സ് ആയി. ആ സിസ്റ്റ് അതേപോലെ പോകുന്നത് ഞാൻ കണ്ടു. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് പീരീഡ്സ് റെഗുലറാണ്. ഇതുവരെ ഒരു ഇറഗുലാരിറ്റീസും ഇല്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ 2 കൈയിലും ഹൈഡ്രാഡിനൈറ്റിസ് സപ്പറേറ്റീവ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. 2 കഷത്തും വലിയ നോഡ് പോലെ വന്നിട്ട് അത് പഴുത്ത് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കൊരു ഡ്രസ്സ് ഇടാൻ പോലും പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, നഴ്സുമാരുടെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ കോട്ടും യൂണിഫോമും എല്ലാം ഇട്ട് വളരെ ചൂട് സഹിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും. വന്നിട്ട് യൂണിഫോം ഊരുമ്പോൾ ആ യൂണിഫോമിൻ്റെ കൂട്ടത്തിൽ എൻ്റെ സ്കിന്നും കൂടെ ഇളകി വരും. അപ്പോൾ ഒത്തിരി വേദന സഹിച്ചു. ഒത്തിരി വേദന സഹിച്ചാണ് ഞാൻ OET എഴുതിയതും എക്സാംസ് എഴുതിയതൊക്കെ. പക്ഷെ ഞാൻ അപ്പോഴൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല, മാതാവ് എനിക്കിത് മാറ്റി തരണമെന്ന്. കാരണം അതിനേക്കാളൊക്കെ വലുതായിരുന്നു എൻ്റെ കുടുംബം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ളത്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാതെ തന്നെ മാതാവ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ മാതാവിൻ്റെ തൈലം വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചേക്കാമെന്ന് കരുതിയിട്ട് എന്നും രാത്രി ഈ വേദന സഹിക്കാതെ വരുമ്പോൾ ഞാൻ ഈ തൈലം വെച്ച് പ്രാർത്ഥിക്കും. ഞാൻ ഇങ്ങനെ കൈ വെച്ചാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് വീടിനകത്ത്. ഇപ്പം എനിക്ക് എൻ്റെ കൈ രണ്ടും ഒരു കുഴപ്പമില്ലാതെ ഉയർത്താൻ സാധിക്കും. അതിൻ്റെ മാതാവ് എനിക്ക് തന്നൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾക്കറിയാം, നഴ്സിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട ആയുധം എന്ന് പറയുന്നത് അവരുടെ കൈകൾ തന്നെയാണ്. പേഷ്യൻസിനെ എടുക്കണം, ഇഞ്ചക്ഷൻ കൊടുക്കണം,
മരുന്ന് കൊടുക്കണം, എഴുതണം, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടത് കൈകളാണ്. ഈ കൈകൾ എനിക്ക് തിരിച്ചു തന്നത് എൻ്റെ മാതാവ് തന്നെയാണ്. പൂർണ്ണമായി സൗഖ്യപ്പെട്ടിട്ടില്ല, പക്ഷേ അതിനെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സൗഖ്യപ്പെടുത്തിയത് എൻ്റെ മാതാവ് തന്നെയാണ്. എൻ്റെ മാതാവിൻ്റെ അപേക്ഷ തിരുകുമാരൻ കേട്ടത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും എനിക്ക് സാക്ഷിയായിട്ട് പറയണം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം നിറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ രോഗികളെ തന്നെ കൂടുതലായിട്ട് അറിയുവാനും അവരെ സഹായിക്കുവാനും ഞാൻ ശ്രമിച്ചു. മറ്റേത് നമ്മൾ ഒരു രോഗിയുടെ അടുത്ത് ചെന്ന് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമെന്നല്ലാതെ അവരെ കൂടുതലായിട്ട് അറിയാനോ അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് അവരോടൊരു നല്ല വാക്ക് പറയാനോ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അവരുടെ പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുവാനും എൻ്റെ മാതാവിനെയും പിതാവിനെയും പോലെ അവരെ കാണുവാനും ഞാൻ ശ്രമിച്ചു. അവർക്കൊരു കൈത്താങ്ങായി ഞാൻ തീർന്നും തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ മറ്റുള്ളവർക്ക് എല്ലാം കൊടുക്കാൻ എനിക്കൊരു മനസ്സുണ്ടായി. ഇപ്പം നല്ലൊരു ഉടുപ്പാണെങ്കിലായിക്കോട്ടെ, ആഹാരങ്ങളായിക്കോട്ടെ, അമ്മ അവർക്കൂടെ കൊടുക്ക് അല്ലെങ്കിൽ അവർക്ക് കൊടുത്തേക്ക് എന്ന് പറയാനുള്ളൊരു മനസ്സ് എന്നിൽ വന്നു. എൻ്റെ വസ്ത്രങ്ങളും ഞങ്ങൾ ആഹാര സാധനങ്ങളാണെങ്കിലും പങ്കിടാൻ തുടങ്ങി. പ്രേക്ഷിത പ്രവർത്തികളായിട്ട് ഞാൻ പത്രം എല്ലാവരുടെയും കൈകളിൽ തന്നെ കൊണ്ടു കൊടുക്കാനായിട്ട് ശ്രമിച്ചു. ക്രൈസ്തവരുമുണ്ട് ആ കൂട്ടത്തിൽ. ഞാൻ ജോലിക്ക് പോകുമ്പോഴാണ് രാവിലെ പത്രം കൊണ്ടുപോകും. എന്നിട്ട് പത്രം കടകളിലും റോഡ് സൈഡിലും ഒക്കെ കാണുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ട് അവരോട് മാതാവിനെ പറ്റിയും കൃപാസനത്തെ പറ്റിയും പറയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ പത്രം കൊടുത്തത് ഒരു പാസ്റ്ററിൻ്റെ കയ്യിലാണ്. അപ്പോൾ ആ പാസ്റ്റർ എന്നോട് ചോദിക്കുകയുണ്ടായി, ഈ മാതാവൊക്കെ ഉണ്ടോ, ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞത്? മാതാവൊന്നും ഇല്ല, കൃപാസനം എന്ന് പറയുന്നതൊക്കെ തട്ടിപ്പാണെന്ന് തന്നെയാണ് ആ പാസ്റ്റർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ പാസ്റ്ററിനോട് പറയാൻ സാധിച്ചു, പാസ്റ്റർ അമ്മയില്ലാതെ അല്ലല്ലോ പാസ്റ്റർ ഉണ്ടായത്. അപ്പോൾ എൻ്റെ കർത്താവ് ഉണ്ടായത് കർത്താവിൻ്റെ അമ്മയിലൂടെ തന്നെയാണെന്നും കർത്താവിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പ വഴി മാതാവ് തന്നെയാണെന്നും ഉറച്ച വിശ്വാസത്തോടെ ആ പാസ്റ്ററിനോട് പറയാൻ എന്നെ ഉടമ്പടി ജീവിതം സഹായിച്ചു. അപ്പോൾ ആ പാസ്റ്റർ ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ആ സമുദായത്തിൽപ്പെട്ടവർ നമ്മുടെ കാനായിലെ കല്യാണം എക്സാമ്പിളായിട്ട് എടുത്തിട്ടാണ് നമ്മളെ പരീക്ഷിക്കുന്നത്. നീ ആ വചനം കേട്ടിട്ടില്ലേ? സ്ത്രീയെ ഞാനും നീയും തമ്മിൽ എന്നാണ് കർത്താവ് മാതാവിനോട് ചോദിച്ചത് എന്നാണ് നമ്മളോട് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്കറിയാം, സ്ത്രീയെ ഞാനും നീയും തമ്മിൽ എന്നൊരു വാക്ക് അവിടെ ഇല്ല. നമ്മുടെ സമയമായിട്ടില്ല, നമ്മുടെ സമയമാവുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുമെന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയാം. അത് നമ്മൾ പറയാൻ നമുക്ക് അപ്പോൾ സാധിച്ചില്ലെങ്കിൽ നമ്മളെ അവർ തോൽപ്പിച്ച് കളയും. മാതാവിൻ്റെ ശക്തി അവിടെ നമുക്ക് കാണിക്കാൻ സാധിക്കില്ല. പക്ഷേ എനിക്ക് മാതാവ് ഉണ്ട്, മാതാവിൻ്റെ ശക്തി എന്താണെന്ന് അവരോട് പറയുവാനും ഞാനത് പറഞ്ഞപ്പോൾ ആ പാസ്റ്റർ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാനും സാധിച്ചു. ഞാനന്ന് വളരെ സന്തോഷവതിയായിരുന്നു. മാതാവിൻ്റെ ശക്തി, മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞു പോയി. ഡിസംബർ 7 എന്ന ദിവസം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ദിവസത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഓരോന്നായ അനുഗ്രഹങ്ങളാണ്. അങ്ങനെ ഈ ജനുവരി 15-ാം തീയതി ഞാൻ UK പോവുകയാണ്. എൻ്റെ കുടുംബത്തിൽ ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന മാതാവിനോട് തിരുകുമാരനോടുള്ള നന്ദി ഞാൻ പറയുന്നു. ഈ അൾത്താരയിൽ ഒരു വട്ടമെങ്കിലും നിൽക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ആദ്യമായി കടന്നു വന്നത്. ഒരിക്കലും കണ്ണുനീരൊഴുക്കി ഇന്നത്തെ ദിവസം ഞാൻ നിൽക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരുപാട് സന്തോഷത്തോടു കൂടി എനിക്ക് ഈ അൾത്താരയിൽ നിന്ന് നിൽക്കുവാൻ സാധിച്ചു. അതിന് മാതാവിനോടും യേശുവിനോടുമുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ നിയോഗവും ദൈവം സാധിച്ചു തരും, 100% ഉറപ്പാണ്. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. താങ്ക് യു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 30-31 യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയുമില്ല. ടിബി മാത്യു വളരെ വെടിപ്പായിട്ട് വ്യക്തമായിട്ട് തൻ്റെ ജീവിതം ഇവിടെ ഈശോയുടെ മുമ്പിൽ ഈ മകള് ഒന്നുകൂടി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സാക്ഷ്യത്തിനായിട്ട് തന്നെ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവന്ന ദിവസമാണ്. എങ്ങനെ തനിക്കിന്നിവിടെ ഈ തിരുവൾത്താരയിൽ നിൽക്കുവാൻ കഴിഞ്ഞു? ഓടിയാലും ക്ഷീണിക്കില്ല, നടന്നാൽ തളരില്ല, അവർ കർത്താവിൽ ആശ്രയിക്കുന്നവരാണ്. എന്നാൽ യുവാക്കൾ തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാമെന്നാണ് തിരുവചനം അരുളി ചെയ്തത്. തൻ്റെ യുവത്വത്തിൻ്റെ ഈ നാളുകളിൽ
തനിക്ക് കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും ഇന്ന് പരിശുദ്ധ അമ്മ തനിക്ക് ആരാണ്, തൻ്റെ പെറ്റമ്മ തനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ സ്വർഗീയ അമ്മ തനിക്ക് വേണ്ടിയിട്ട് തിരുക്കുമാരനോട് എത്രമാത്രം പ്രാർത്ഥിച്ചു, തന്നെ എങ്ങനെ സ്വന്തമായി കരുതി, അതുകൊണ്ട് മാത്രം തനിക്ക് ജീവിതത്തിൽ ഉയർച്ചകളുണ്ടായി. ഓരോന്നും വ്യക്തമായിട്ട് ടിബി പറഞ്ഞു കഴിഞ്ഞു. തൻ്റെ പാസ്റ്റും അതിനുശേഷം തനിക്ക് ഉടമ്പടിയിലൂടെ വന്ന അനുഭവങ്ങൾ, ഉടമ്പടി താൻ ഉഴപ്പിയത്, അതിനെല്ലാം അനുദപിച്ച് വീണ്ടും അമ്മയിലേക്ക് തിരിച്ചു വരുന്നു. ഈ അമ്മ ഉണ്ടായതുകൊണ്ട് മാത്രം എല്ലാ വർഷവും ഡിസ്റ്റിങ്ഷനോടെ പാസ്സാകുവാനും ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് തന്നെ തൻ്റെ നേഴ്സിംഗ് കോളേജിൽ തനിക്ക് കാഴ്ചവെക്കുവാനും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് OET ഇന്ന് ആ OETയിൽ ഏത് കൺട്രിയിലേക്ക് വേണമെങ്കിലും പോകുന്ന സ്കോറാണ് അമ്മ ഈ മകൾക്ക് കൊടുത്തത്. എല്ലാറ്റിനും നന്ദിയായിട്ട് ഇന്നിവിടെ നിൽക്കുമ്പോൾ 1 ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം 17 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്. ദാവീദ് രാജാവ് ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നതാണ്, കർത്താവായ ദൈവമേ, അവിടുന്ന് എന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ. കർത്താവെ, ഈ ദാസന് വേണ്ടി വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസ്സായി ചെയ്തിരിക്കുന്നു, അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും ഈ മകളുടെ ഹൃദയത്തിലും അലതല്ലുന്നത് ഈ തിരുവചനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് തനിക്ക് എത്രയും ധൈര്യത്തോടെ, ആത്മധൈര്യത്തോടെ, അതുപോലെ തന്നെ സന്തോഷത്തോടെ തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞത്. ഇതൊക്കെ ഈ മകൾ ഇവിടെ പറയുമ്പോൾ ഇത് എത്രയോ ചെറുപ്പക്കാർക്ക് മുതൽക്കൂട്ടാണ്, പ്രചോദനമാണ്. ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെടേണ്ട, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ മകള് ലോകത്തോട് വിളിച്ചു പറയുക. നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അമ്മ മാതാവ് വഴി ഈശോ എൻ്റെ കുടുംബത്തിന് ചെയ്ത അനുഗ്രഹങ്ങൾ പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ പേര് ഫ്രാൻസിസ് വിജയൻ, എൻ്റെ പേര് ഷീല വിജയൻ. എൻ്റെ ഭർത്താവിന് 2022 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഭർത്താവിന് മൂക്കിൽ ക്യാൻസർ വന്നിട്ട് അതിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്ത് ഫോളോ അപ്പിന് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ മൂക്കിൽ ഒരു പോളിപ്പ് വന്നു. പോളിപ്പ് എന്ന് പറഞ്ഞത് ഒരു കുരു പോലെയാണ്, പക്ഷെ അതുമേൽ അറിയാതെ നമ്മുടെ കൈ എന്തെങ്കിലും മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അങ്ങനെ ഓപ്പറേഷൻ്റെ ഡേറ്റ് എടുത്ത്, പക്ഷെ അതിനു മുൻപ് തന്നെ ഓപ്പറേഷന് പോകാതെ അമ്മ മാതാവിൻ്റെ തൈലം പുരട്ടി എല്ലാ ദിവസവും ഞാനും എൻ്റെ ഭർത്താവും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് അതിനെ തുടർന്ന് എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ആ പോളിപ്പ് അവിടെ നിന്ന് പൂർണ്ണമായിട്ടും ഈശോ സുഖപ്പെടുത്തി തന്ന് ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, എനിക്ക് കൊറോണ വന്നതിന് ശേഷം ഹാർട്ടിന് അസുഖം പിടിച്ച് 1 വർഷത്തോളം ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. 7 ക്യാപ്സ്യൂൾ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് ഹാർട്ടിൻ്റെ അസുഖം എനിക്ക് സുഖപ്പെട്ട് ഡോക്ടർ ECGയും എക്കോയും TMT എല്ലാം ചെയ്തപ്പോൾ പൂർണ്ണമായിട്ട് മാറിയെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ യാതൊരു മെഡിസിൻ എടുക്കണില്ല. അതുപോലെ എൻ്റെ 2 കാലിനും മുട്ടിന് താഴോട്ട് മസിലെല്ലാം വീക്കായി പോണേരുന്നു. അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഡോക്ടറിനെ കാണിച്ച് പിന്നെ അതിന് കുറയാണ്ടായി ഭയങ്കര വേദനയും നടക്കാൻ പറ്റാണ്ട് ഭിത്തിയിലെല്ലാം പിടിച്ചാണ് നടന്നുകൊണ്ടിരുന്നത് വെച്ചത്. പിന്നെ അമ്മേനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് തൈലെല്ലാം പുരട്ടുമായിരുന്നു. അതിനെ തുടർന്ന് എൻ്റെ 2 കാലിനും മസിലെല്ലാം വന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തി. പിന്നെ ആ സമയത്ത് ഒരു കാരണം ഇല്ലാണ്ട് ആ വൈദ്യർ എൻ്റെ BP ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 200 110 ആയിരുന്നു. അപ്പോൾ എൻ്റെ മോനോട് പറഞ്ഞ് കാലൊക്കെ നമുക്ക് പിന്നെ ശരിയാക്കാൻ, വേഗം നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടർ നോക്കിയപ്പോഴാണ് 200 110. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്കിത് ശരിക്കും സ്ട്രോക്ക് വരേണ്ടതാണ്, നിങ്ങളുടെ മനസാന്നിധ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈശോയാണ് എന്നെ സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാത്തിനും ഈശോ എൻ്റെ കുടുംബത്തോടും എന്നോടും എൻ്റെ ഭർത്താവിനോടും എൻ്റെ മക്കളോടും കാണിച്ച എല്ലാ കാരണത്തിനും നന്ദി. എൻ്റെ കുടുംബത്തിന് ഞാൻ ആവശ്യപ്പെടാണ്ട് തന്നെയും ഈശോ പോലെ അനുഗ്രഹങ്ങൾ ചെയ്തു തരാറുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റുന്ന പോലെ ചെയ്യും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമല്ല, കാരുണ്യ പ്രവൃത്തി. പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത്
കൃപാസനം പേപ്പർ ഞാൻ എറണാകുളം ജനറൽ ആശുപത്രി കൊണ്ടു കൊടുക്കും, പിന്നെ പള്ളികളിലൊക്കെ കൊണ്ടു കൊടുക്കും. ഒരു പ്രാവശ്യം ഞാൻ പേപ്പറും കൊണ്ട് പോയപ്പോൾ ഹോസ്പിറ്റലിൽ അവർ ഞങ്ങൾക്ക് കിട്ടിയെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്ന്. അങ്ങനെ ഞാൻ മാറി നിന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മുമ്പിൽ നിൽക്കണേ, ഞാൻ പുറകിൽ നിൽക്കുക, എന്നെ കണ്ടിട്ടാണ് ആളുകൾ വേണ്ടാന്ന് പറഞ്ഞതെന്ന്. ഉടനെ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു സ്വരം കേട്ട്, നിൻ്റെ ഭർത്താവിൻ്റെ ക്യാൻസർ മാറ്റിയത് ഈശോയാണെന്ന് നീ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ കാര്യം ആളുകളോട് പറയലും വേണ്ടാന്ന് പറഞ്ഞ് പോയവർ പോലും തിരിച്ചു വന്നിട്ട് ഒരു ലേഡി 3 പേപ്പർ എനിക്ക് വേണം എൻ്റെ അയൽവാസികൾ കൊണ്ട് കൊടുക്കാനാണെന്ന് പറഞ്ഞ് അവർ മേടിച്ചുകൊണ്ട് പോയി. ഇപ്പം ഞാൻ എവിടെ ഈ പേപ്പർ കൊടുക്കുമ്പോഴും ഞാൻ ആദ്യം പറയും എൻ്റെ ഭർത്താവിനെ അമ്മ വഴി ഈശോ സുഖപ്പെടുത്തിയതാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ മാതാവിൻ്റെ പേപ്പർ കൊടുത്ത് തീർക്കാൻ പറ്റാറുണ്ട്. പിന്നെ എനിക്ക് ഞാൻ എല്ലാ ദിവസവും കുർബാനക്ക് പോകും, പിന്നെ ബൈബിൾ വായിക്കും. പ്രാർത്ഥന എൻ്റെ പഴയതിനേക്കാളും കുറേ പ്രാർത്ഥനാ ജീവിതം കൂടിയിട്ടുണ്ട്. എല്ലാത്തിനും ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. മരണം വരെ വിശുദ്ധിയോടെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് സാധിച്ചിരുന്ന് ഞാൻ വിശ്വസിക്കണം. പുറപ്പാട് 14:13 നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യുവാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഷീല വിജയൻ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും രണ്ടുപേർക്കും ഉടമ്പടി എടുത്ത് മുന്നോട്ട് പോയതിലൂടെ ലഭിച്ച രോഗസൗഖ്യങ്ങളെ സവിശേഷമാംവിധം സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി ആദ്യം പങ്കുവച്ചത് ജീവിത പങ്കാളിക്ക് ഉണ്ടായ രോഗാവസ്ഥയുടെ ചികിത്സ കഴിയുമ്പോൾ മുക്കിനകത്ത് വന്ന ചെറിയൊരു കുരുവം അത് ശക്തമായ ബ്ലീഡിങ്ങിലേക്ക് നയിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയും അത് വീണ്ടും ഓപ്പറേഷന് വേണ്ടി വിധേയരാവണം എന്ന സാഹചര്യവും പരിശോധനയുടെ റിസൾട്ടും വരുന്ന കാലത്തിലാണ് അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി നിരന്തരം പ്രാർത്ഥിക്കുകയും അതിലൂടെ ഓപ്പറേഷന് വേണ്ടി ആശുപത്രിയിൽ ചെല്ലുന്ന അവസരത്തിൽ തുടർ പരിശോധനകളിൽ അവിടെ പോളിപ്പില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ സൗഖ്യവും നൽകിയതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ടാമത്തത് സഹോദരിക്കുണ്ടായ രോഗാവസ്ഥകളിലാണ്. ഹാർട്ടിൻ്റെ അസുഖത്തിലും കാല് നടക്കുവാനുണ്ടായ പ്രയാസത്തിൻ്റെ അസുഖങ്ങളിലും BP-യുടെ സമയത്തും ഓരോ അവസരത്തിലും അമ്മ മാതാവിൻ്റെ സംരക്ഷണം, നേർച്ചവസ്തുക്കളായ ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗം, ജപമാല പ്രാർത്ഥനയിലുള്ള നിരന്തരമായ ആശ്രയത്വം, അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് ഓരോ അവസരത്തിലും ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെയും സഹോദരിക്കും കുടുംബത്തിനും അനുഗ്രഹത്തിന് സൗഖ്യത്തിന് കാരണമായി തീർന്നുവെന്ന് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഈശോയ്ക്ക് മഹത്വമർപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി പറഞ്ഞ ഒരു പ്രമേയം വളരെ ഗൗരവമുള്ളതാണ്. അത് കൃപാസനം ലോകത്തോട് പറയുന്ന, ഉടമ്പടി എടുക്കുന്ന ഓരോരുത്തരോടും പറയുന്ന വലിയൊരു ഉത്തരവാദിത്തമാണത്. അത് നാം ഉടമ്പടി എടുക്കുന്നത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ വേണ്ടി മാത്രമല്ല, ദൈവനാമത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുവാൻ വേണ്ടി കൂടിയാണ്. ക്രിസ്തുവിലൂടെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സംരക്ഷണത്തെ, സഹായത്തെ, അനുഗ്രഹത്തെ സന്തോഷത്തോടുകൂടി മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള ഒരു കടമ നമുക്കുണ്ട്. സുവിശേഷവൽക്കരണത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ദരിദ്രരുടെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ വന്ന, സദ്വാർത്ത അറിയിക്കുവാൻ വന്ന അതേ ക്രിസ്തു ദൗത്യത്തിൽ നമ്മളെല്ലാവരും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പങ്കുകാരാകേണ്ടത് നമ്മുടെ കടമയാണെന്ന് എന്നും കൃപാസനം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഒരുപക്ഷെ ദൈവരാജ്യത്തെക്കുറിച്ച്, ദൈവസ്നേഹത്തെക്കുറിച്ച്, ദൈവിക ഇടപെടലുകളെക്കുറിച്ച് അധികം പറയുവാനായിട്ട് നമുക്ക് സ്വയം കഴിവില്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് കൃപാസനം പത്രിക നമുക്ക് നൽകുന്നത്. അത് ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ സന്ദേശങ്ങളും ഇതുപോലെ ദൈവാനുഭവം ലഭിച്ചവരുടെ സാക്ഷ്യങ്ങളും ചേർന്നതാണ് ഉടമ്പടി കൃപാസനം പത്രികയെന്ന് നമുക്കറിയാം. അത് വായിക്കുമ്പോൾ വായിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്ന സന്ദേശം, ദൈവത്തിൽ ആശ്രയിച്ചാൽ ജീവിതത്തിൻ്റെ ഏത് ഗൗരവമുള്ള വിഷയത്തിലും ദൈവം ഇടപെടും, അമ്മ മാതാവ് സഹായിക്കും, നമുക്ക് പ്രത്യാശയ്ക്കുള്ളൊരിടം ഇവിടെ കൃപാസനത്തിൽ അമ്മ നമുക്ക് ഒരുക്കിയിട്ടുണ്ട് എന്നൊരു സന്ദേശം കൈമാറുന്നുണ്ട്. മറ്റൊന്ന്, എങ്ങനെ ജീവിക്കണം, പാപകരമായ ജീവിതാവസ്ഥകളെ എങ്ങനെ ഉപേക്ഷിക്കണം, എങ്ങനെ ദൈവകൃപയ്ക്ക് വേണ്ടി അല്പം കൂടി നന്നായിട്ട് ജീവിതത്തെ ഒരുക്കിയെടുക്കണം, ഏതൊക്കെ സ്വഭാവങ്ങളാണ് വിട്ടുപേക്ഷിക്കേണ്ടത്, ഏതൊക്കെ പുണ്യങ്ങളിലാണ് അഭിവൃദ്ധി പ്രാപിക്കേണ്ടത്, അത് ജോസഫ് അച്ഛൻ്റെ ഓരോ ഉടമ്പടി ധ്യാനത്തിലും വ്യക്തതയുടെ സന്ദേശമായി നമുക്ക് കൈമാറുന്നുണ്ട്. ഇതിൻ്റെ പങ്കുവയ്ക്കലാണ്
കൃപാസനം പത്രിക നൽകുന്നതിലൂടെ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹോദരി പറയുന്നുണ്ട്, ആദ്യം അത് കൃപാസന പത്രിക കൊടുക്കുമ്പോൾ വാങ്ങുവാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് കിട്ടി എന്ന് പറഞ്ഞ് പലരും ഒഴിവാക്കിയെന്ന്. എന്നാൽ ജീവിത പങ്കാളിക്ക് ലഭിച്ച സൗഖ്യത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ആ പത്രം നീട്ടുമ്പോൾ ഓരോരുത്തരും കൂടുതൽ തീഷ്ണതയോടെ അത് സ്വീകരിച്ച് അത് പ്രാർത്ഥനയുടെ ഉപകരണമായി, അത് ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായി, അത് ദൈവം ഇടപെടുവാനുള്ള വേഗത്തിലൊരു മീഡിയമായി മാറുന്നത് സഹോദരിയുടെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും ഗൗരവമുള്ള 2 മേഖലകളാണ് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും. കാരുണ്യ പ്രവൃത്തികളിലൂടെ സഹോദരങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവസ്നേഹത്തെ നമ്മൾ പ്രസരിപ്പിക്കുകയാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ദൈവനാമത്തെ നമ്മൾ പൊതുസമൂഹത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്ക് ലഭിക്കുന്ന രോഗസൗഖ്യത്തിലൂടെ, നമുക്ക് ലഭിക്കുന്ന ജോലിയിലൂടെ, നമുക്ക് ലഭിക്കുന്ന പരീക്ഷാ വിജയത്തിലൂടെ ദൈവത്തിന് എന്ത് നേട്ടമാണുള്ളത്? ദൈവത്തിനുള്ള നേട്ടം ദൈവനാമം പ്രഘോഷിക്കപ്പെടണം, ദൈവനാമം മഹത്വപ്പെടണം, ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത കൂടുതൽ ദേശങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് അത് പടർന്നുകൊണ്ടിരിക്കണം. അതാണ് സാക്ഷ്യത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതാണ് കൃപാസനം പത്രം മറ്റുള്ളവർക്ക് നാം വിതരണം ചെയ്യുമ്പോൾ നാം ചെയ്യുന്ന ഏറ്റവും നന്മയുള്ള കാര്യം. ഇവിടെ സാക്ഷ്യം പങ്കുവയ്ക്കുന്ന സഹോദരങ്ങൾ വളരെ ഗൗരവത്തോടെ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, എപ്പോഴൊക്കെ കൃപാസനം പത്രം കൊടുത്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ അമ്മ മാതാവിൻ്റെ സന്ദേശം കിട്ടിക്കൊണ്ടിരുന്നു, അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരുന്നു, അമ്മ മാതാവിൻ്റെ സവിശേഷമായ ഇടപെടൽ അനുഗ്രഹമായി ജീവിതത്തിൽ മാറിക്കൊണ്ടിരുന്നുവെന്ന്. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്ന സഹോദരങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി പ്രേക്ഷിത പ്രവർത്തനത്തെ കാണണം. എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും കൊടുത്തു തീർക്കുകയല്ല വേണ്ടത്, മറിച്ച് നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഭവങ്ങളെ അഭിമാനത്തോടെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അമ്മ മാതാവിൻ്റെ സന്ദേശത്തെ പങ്കുവയ്ക്കുവാൻ, കൂടുതൽ പേർ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മൾ ഉപകരണങ്ങളായിത്തീരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് കൃപാസനം പത്രിക കൊടുക്കുന്നതിന് സന്തോഷത്തോടു കൂടി വ്യാപരിക്കുകയും വേണം. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ നമുക്ക് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് ഈ സാക്ഷ്യത്തെ സമർപ്പിക്കും.